CPM-ന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് എങ്ങനെ പരാജയം സംഭവിച്ചു എന്ന് അവർക്ക് കണക്കെടുക്കേണ്ടതുണ്ട്. അപ്പൊ മാം ഓഫ് റെക്കോർഡ് സംസാരിച്ചപ്പോൾ പറഞ്ഞു, കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ളവര് പങ്കെടുത്തോ അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രവർത്തിച്ചോ ഇല്ലയോ എന്നൊക്കെ അറിയാനുള്ള ശ്രമം നടത്തുന്നുണ്ട് എന്നുള്ളത്. അപ്പൊ കുടുംബശ്രീ എന്ന് പറയുന്നത് പൊതുവെ എല്ലാവരും ഒക്കെ എല്ലാ എന്താ പാർട്ടി പറയാ ഉള്ളവരും പാർട്ടികൾ പാർട്ടി ഉണ്ടാത്തവരും എല്ലാവരും കുടുംബശ്രീയിലുണ്ട്. ഉണ്ടാവുമല്ലോ. അപ്പൊ അവർക്ക് അതായത് ഇടതുപക്ഷത്തിന് വേണ്ടി കുടുംബശ്രീ പ്രവർത്തിക്കണം എന്നുണ്ടായിരുന്നു എന്നുള്ള തീട്ടൂരം കൂടിയല്ലേ ഇതിൽ നിന്ന് മനസ്സിലാവുന്നേ. പ്രജിത, അങ്ങനെ നോക്കുകയാണെങ്കിൽ വളരെ രസകരമാണ് കേട്ടോ. ഇവർ ആദ്യമേ തന്നെ നിർഭയമായിട്ട് ലോക്കൽ കമ്മിറ്റിയിലൊക്കെ വന്നിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പറയാമെന്ന്. അതിനർത്ഥം അതുവരെ നിർഭയമായിട്ട് പറയാൻ പറ്റൂല. 51 വെട്ടി TP കൊന്ന പോലെയോ അതുപോലെയൊക്കെയുള്ള എന്താ പറയുക ശിക്ഷകൾ നിങ്ങളെ കാത്തിരിക്കുന്നു എന്നാണ് അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആദ്യമായിട്ടാണ് പറയുന്നത് നിർഭയമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാമെന്ന്. അപ്പോൾ തന്നെ ആൾക്കാർ ഭയങ്കര ചിരിയും, ഇപ്പം ഇത്രയും നാൾ നിർഭയമല്ലേന്ന്. അപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്, എൻ്റെ ബോഡി ലാംഗ്വേജ് ശരിയല്ല, ഞാൻ സംസാരിക്കുന്ന രീതി ശരിയല്ല എന്ന് എന്നോട് കുറച്ച് പേര് പറഞ്ഞു. എൻ്റെ മകൻ പോലും പറഞ്ഞു, അച്ഛൻ ഞാൻ ഈ ചാനലുകൾ കാണുമ്പോൾ അച്ഛൻ്റെ സംസാര രീതിയും അച്ഛൻ്റെ നടപ്പൊന്നും ശരിയല്ല എന്ന്. മകൻ പറഞ്ഞിട്ട് പോലും അദ്ദേഹം എന്തുകൊണ്ട് മാറ്റിയില്ല? ജനങ്ങൾ തീരുമാനിച്ച് മാറ്റിക്കുന്നത് വരെ എന്തിന് കാത്തിരുന്നു? അതിനിടയ്ക്ക് ശ്യാമള മാഡം പറഞ്ഞില്ലേ, പാർട്ടിക്കാണ് വോട്ട് ചെയ്യുന്നത്, വ്യക്തിക്കല്ല എന്ന്. അതെന്താണത്? വ്യക്തികളെയും കൂടെ നോക്കും. നമ്മളെ പ്രതിനിധീകരിക്കുന്ന ഒരാള് ഞാൻ ഈ പദവിയിലിരിക്കുമ്പോൾ ഒപ്പിടുകയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അസാജൻ എന്ന് പറയുന്ന വ്യവസായി ആത്മഹത്യ ചെയ്ത്. ഇവര് ചെയർമാൻ, മുനിസിപ്പൽ ചെയർമാൻ ഇപ്പോൾ അവർ പറയുകയുണ്ടായി, ഞാൻ ഈ പദവിയിലിരിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ ഫയലിൽ ഒപ്പിടില്ല എന്ന്. അതിൻ്റെ ഷോക്കിലാണ്. 15 കോടി രൂപ മുടക്കി തുടങ്ങിയിരുന്ന ബിസിനസ് ടേക്ക് ഓഫ് ചെയ്യില്ല എന്നുള്ള വിഷമത്തിലാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത്. അപ്പം അങ്ങനെയുള്ള ഒരാളെ എങ്ങനെ MLA ആക്കി എടുക്കും? അപ്പോൾ പ്രജിത ചോദിച്ച ചോദ്യത്തിൽ 30ഓളം കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അതായത് ഇതിൻ്റെ കാര്യങ്ങൾ കൊണ്ടാണ്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്, ഇന്ന കാര്യങ്ങൾ കൊണ്ടാണ്. അതിൽ 12 കാര്യങ്ങളാണ് നമുക്ക് ഏറ്റവും രസകരമായി തോന്നുന്നത്. മറ്റേത് പാർട്ടിയുടേതാണ്. അത് ഒന്നാമത്തെ ചോദ്യം. കുടുംബശ്രീ പ്രവർത്തകർ പ്രവർത്തനത്തിന് ഇറങ്ങിയിരുന്നു, പാർട്ടിക്ക് വേണ്ടി വോട്ട് ക്യാൻവാസ് ചെയ്യാൻ ഇറങ്ങിയിരുന്നു. തൊഴിലുറപ്പ് തൊഴിലാളികൾ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാനായിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഹരിതകർമ്മ സേനാംഗങ്ങൾ പാർട്ടിക്ക് വേണ്ടി വോട്ട് ചോദിക്കാൻ ഇറങ്ങിയിരുന്നു. യുവജന പ്രസ്ഥാനങ്ങളിലെയും സ്ത്രീകളുടെ പ്രസ്ഥാനങ്ങളുടെയും ആളുകൾ ഇറങ്ങിയിരുന്നു. ഇപ്പോൾ കുടുംബശ്രീക്ക് തന്നെ ബാലസമിതി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മൾ ചിന്തിച്ചു പോയത് ഇവർക്കൊരു മെക്കാനിസം ഉണ്ട്. നമ്മൾ പല ഓഡിയോകളും കേട്ടിട്ടുണ്ട്. ഇന്ന മീറ്റിങ്ങിൽ നിങ്ങൾ പങ്കെടുത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ മാസത്തെ ശമ്പളമില്ല, ഒരു ഭീഷണിപ്പെടുത്തും അല്ലേ. അതുപോലെ തന്നെ ആഗോള അയ്യപ്പ സംഗമത്തിലും ആളുകളെ നിറയ്ക്കാനായിട്ട് കൊണ്ടിരുത്തുന്നത് ഇതുപോലെയുള്ള ഓരോ സംഘടനകളിലെയും ആൾക്കാരെയാണ്. നമ്മൾ തന്നെ കാണുന്നുണ്ട്, പല സമയത്തും ബസ്സുകൾ വന്ന് നിൽക്കും. ഇവരെ ഓരോരുത്തരെയും ടിക്കടിച്ച് കയറ്റാണ് തൊഴിലുറപ്പിലെയും മറ്റും സ്ത്രീകൾക്ക്. അവർക്ക് യാതൊരു പാർട്ടി പ്രതിബദ്ധതയില്ല. അവർ വോട്ട് ചെയ്യാനായിട്ട് നമ്മൾ ആ മറച്ച മുറിക്കുള്ളിലേക്ക് കയറുമ്പോൾ നമ്മൾ ആർക്ക് വോട്ട് ചെയ്യുന്നു പോലും അറിയില്ല. പക്ഷെ ടെററൈസ് ചെയ്തിട്ടാണ് ഇവരെ ഓരോരുത്തരെയും ഓരോ സംഘടനാ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നത്. അപ്പം ഇവരുടെ ഓരോ മീറ്റിംഗ് വരുമ്പോഴും ഒഴിഞ്ഞ കസേരകൾ നമ്മൾ കാണൂല. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ എത്ര ഓഡിയോസ് ലീക്ക് ആയത് കണ്ടിട്ടുണ്ട്. കുടുംബശ്രീ അല്ലെങ്കിൽ ആശാ വർക്കർമാരോടൊക്കെ ഇന്ന പരിപാടിക്ക് വന്നില്ലെങ്കിൽ നിങ്ങളുടെ ഈ വേതനം മുടങ്ങും അല്ലെങ്കിൽ ജോലി പോകും, ശരിയാക്കി കളയും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീഷണിപ്പെടുത്തിക്കൊണ്ടുള്ള എത്ര ഓഡിയോ ക്ലിപ്സ് നമ്മൾ കേട്ടിട്ടുണ്ട്, നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ ഈ MLA ഇലക്ഷനോടനുബന്ധിച്ച് എറണാകുളം ജില്ല മുഴുവൻ സന്ദർശിച്ച ഒരു വ്യക്തിയാണ് ഞാൻ. ആ സമയത്ത് കുറേ പാർട്ടികളുടെ എല്ലാ പാർട്ടികളുടെയും മുഴുവൻ കസേര നിറഞ്ഞിരിക്കില്ല. പക്ഷെ CPM-ൻ്റെ ഓരോ ചെറിയ കോർണർ മീറ്റിങ്ങിൽ പോലും എല്ലാ കസേരയും നിറഞ്ഞാണ് ഇരുന്നിരുന്നത്. അപ്പോൾ അവരുടെ നോട്ടത്തിൽ അതൊക്കെ വോട്ടാണ്. പക്ഷെ മാനസികമായിട്ട് ഈ തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ പ്രവർത്തകരും ആരും തന്നെ അവരോടൊപ്പമില്ല. അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു എന്താ പറയുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള അയൺ ഹാൻഡിനുള്ളിൽ അവർ കിടന്ന് പെടയുകയായിരുന്നു. എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്തേക്ക് ചാടിയാൽ മതി എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ ജീവിച്ചിരുന്നതെന്ന് കൂടെ നമ്മൾ മനസ്സിലാക്കണം. തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുകയാണെങ്കിൽ അതിന് പൈസ ആരാണ് കൊടുക്കുന്നത്? ഇവർ പിണറായി വിജയൻ്റെ മകൾക്ക് കിട്ടിയ ആ കർത്താ സാറ് കൊടുത്തതിനെല്ലാം കൊടുക്കുന്നത് നമ്മളുടെ ടാക്സ് പൈസയല്ലേ അത് കൊടുക്കുന്നത്. അല്ലെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് സങ്കടം തോന്നില്ല. അമ്മമാരെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് ഞാൻ പറഞ്ഞത്. 10, 70, 75 വയസ്സായ സ്ത്രീകൾ പോലും ഒരു നേരത്തെ അന്നത്തിനും മരുന്നിനും വേണ്ടിയിട്ടാണ് തൊഴിലുറപ്പിൻ്റെ പണി വളരെ കൃത്യമായിട്ടാണ് അവരൊക്കെ ചെയ്യുന്നത്. ഒരു മിനിറ്റ് പോലും റെസ്റ്റ് എടുക്കാത്ത അവരെയൊക്കെ ടെററൈസ് ചെയ്ത് നിർത്തി. ശരിക്കും പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഈ അടിമകളെ കൊണ്ട് പണിയെടുപ്പിച്ചിട്ട് മേലാളന്മാർ ഈ ഇതുമായിട്ട് നടക്കും,
ചാട്ടവാറുമായിട്ട് നടക്കും. അതുപോലെയാണ് അവരുടെ ഒരു ഹെഡ് ഉണ്ടാവും. അവരൊന്നും ചെയ്യില്ല, അവർ വെറുതെ ഇരിക്കുകയുള്ളൂ. ഇവരെ കൊണ്ട് ജോലി എടുപ്പിച്ചിരുന്നത്. ഇവർ വിചാരിക്കുന്നത് ഞങ്ങൾ ജോലി കൊടുക്കുന്നത് കൊണ്ട് ഇവരൊക്കെ വോട്ട് ചെയ്യുന്നു. ഇപ്പം നമ്മൾ കൊച്ചിൻ ഷിപ്പ്യാർഡ് എടുക്കും. ഇതിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാർ ഷിപ്പ്യാർഡിൽ എന്ത് വേക്കൻസി വന്നാലും CITU യൂണിയൻ്റെ ആൾക്കാർ കുട്ടികളാണ് കയറ്റുന്നത്. അവർ വിചാരിക്കും അവൻ കയറുമ്പോൾ അവൻ്റെ അച്ഛൻ അമ്മ സഹോദരൻ സഹോദരി ഭാര്യ ഭാര്യയുടെ അച്ഛൻ അമ്മയൊക്കെ വോട്ടാൻ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല എന്ന് മനസ്സിലായി. പണ്ട് ഇത് പറഞ്ഞ ഓരോ സ്ഥലത്ത് ജോലി വരുമ്പോൾ FACT ആവട്ടെ HLL ആവട്ടെ ഏത് കമ്പനിയിൽ റിഫൈനറീസ് ആവട്ടെ വരുമ്പോഴും ചെറിയ ചെറിയ അതായത് കുറച്ചിങ്ങനെ കോൺട്രാക്ട് വർക്കേഴ്സ് എന്ന് പറയും, ഇവരുടെ താഴെ നമുക്ക് എടുക്കാൻ പറ്റുന്ന കോൺട്രാക്ടർമാരുടെ താഴെ എടുക്കാൻ പറ്റുന്ന വേക്കൻസികളും അല്ലെങ്കിൽ ചെറിയ ചെറിയ വേക്കൻസികളും പെർമനൻ്റ് ആവുന്നവരുള്ള വേക്കൻസികളിലൊക്കെ CITUവിൻ്റെ ആൾക്കാരെയാണ് കയറ്റിക്കൊണ്ടിരുന്നത്. അവരും ഇവരെ വിചാരിച്ചു, കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചു ഞങ്ങളുടെ ഷുവർ വോട്ടാണെന്ന്. ഇപ്പം മനസ്സിലായി അതൊന്നും ഷുവർ വോട്ടല്ല എന്ന്. എന്താ കുടുംബശ്രീ എന്ന് പറയുകയാണെങ്കിൽ അയൽക്കൂട്ടെന്നും കൂടെ അതിന് പറയും. എല്ലാവരും ആ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീകളും അതിൽ പങ്കാളികളാണ്. അവർക്ക് ധാരാളം ലോണ് കാര്യങ്ങളൊക്കെ കൊടുക്കും കേട്ടോ. അതാണ് മെയിനായിട്ട് കുടുംബശ്രീക്കാർ ചെയ്യുന്ന ഒരു പ്രവർത്തനം. കുറെ വളരെ പലിശ കുറവിനുമാണ്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലിശക്കാരിലേക്ക് സ്ത്രീകൾ പോയി പെടില്ല എന്നുള്ള. ഞാൻ ഇതിന്റെ ഇടയിൽ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഇവരിങ്ങനത്തെ കണക്കെടുപ്പൊക്കെ നടക്കുന്നുണ്ട്. ഈ തോക്കിൻ മുനയിൽ അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഒരു ജനത്തെ തിരഞ്ഞെടുപ്പിലേക്ക് തള്ളിവിടുമ്പോൾ ഏറ്റവും ഒടുവിൽ സഹികേടുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളത് നമ്മൾ ബംഗാളിൽ കണ്ടു. വളരെ ക്ലീൻ ആയിട്ട് നമ്മൾ കണ്ടു. ബംഗാളിൽ എന്ത് കാരണമായിരുന്നു മമതയെ ആളുകൾ തിരസ്കരിക്കാനുണ്ടായ കാരണം എന്നുള്ളത്. അതിന്റെ ഒരു ബാക്കി പത്രമല്ല ഇവിടെ. കമ്മ്യൂണിസ്റ്റുകാരെ 35 വർഷത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റുകാരെ തിരസ്കരിച്ച് മമതയെ സ്വാഗതം ചെയ്യാനുണ്ടായ അതേ കാരണം കൊണ്ട് തന്നെയാണ് ഇത്തവണ മമതയും ഔട്ടായത്. കോൺഗ്രസ് ഭരണത്തിന്റെ താഴെ അവിടെ നടത്തി ടെററൈസിംഗ് ആയിരുന്നു നടത്തിയത്. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ കീഴെ അവിടെ ടെററൈസ് കട്ടാണ് ഞാനിങ്ങനെ കാണിച്ചു. കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന്റെ താഴെ അവിടെ ടെററൈസ് ചെയ്താൽ നിർത്തിയിരുന്നത്. വോട്ട് ചെയ്തില്ലെങ്കിൽ കൈയില്ല കാലില്ല അല്ലെങ്കിൽ ജീവനില്ല എന്നുള്ള അവസ്ഥയായിരുന്നു. അതിൽ നിന്ന് പേടിച്ചിട്ടാണ്. മാത്രമല്ല ധാരാളം കറപ്ഷൻ വരാൻ തുടങ്ങി. ബംഗാളിൽ കർഷകരുടെ ഭൂമി ഏറ്റെടുത്ത് അവിടെ വലിയ വലിയ ഇൻഡസ്ട്രികൾ വരാൻ തുടങ്ങുന്നു. കർഷകർക്ക് വേണ്ട പ്രതിഫലം കൊടുക്കുന്നില്ല ഭൂമി ഏറ്റെടുക്കുന്നതിന്. അങ്ങനെയാണ് മമത പെട്ടെന്നൊരു താരോദയം ഉണ്ടായത്. കമ്മ്യൂണിസ്റ്റുകാരുടെ അതേ പാതയിലൂടെ മമതയും പോയപ്പോഴാണ് അവരെയും ജനം ഉപേക്ഷിച്ചത്. ഇപ്പോൾ കുറച്ച് നാളൊക്കെ ഹിറ്റ്ലർ ആവട്ടെ മുസോളിനി ആവട്ടെ അല്ലെങ്കിൽ സ്റ്റാലിൻ ആവട്ടെ ലെനിൻ ആവട്ടെ കുറച്ച് നാൾ ആൾക്കാരെ ടെററൈസ് ചെയ്ത് നിർത്താൻ പറ്റും. അത് കഴിഞ്ഞ് സഹികെട്ടൊരു നിമിഷത്തിൽ ജനങ്ങൾ എല്ലാ ബന്ധനങ്ങളും മുറിച്ച് പുറത്തേക്ക് ചാടാൻ നോക്കും. അതിൻ്റെ ഇടയിൽ കുറേ രക്തസാക്ഷികൾ ഉണ്ടായിന്ന് വരും. കാരണം ആദ്യം നിൽക്കുന്ന ആൾക്കാരുടെ മേത്താണ് ബുള്ളറ്റ് കൊള്ളുക. ജനങ്ങൾ 10 വർഷം ഈ CPMന്റെ ദുർഭരണ സഹിച്ചു. അവർ കാത്തിരിക്കുകയായിരുന്നു ഒരു അവസരത്തിന് വേണ്ടിയിട്ട്. ആ അവസരം വന്ന ആദ്യം കിട്ടിയ സമയത്ത് തന്നെ അവർ പ്രതികരിച്ചു. അതായിരുന്നു നമ്മളുടെ പാർലമെന്റ് ഇലക്ഷൻ. അത് കഴിഞ്ഞും അവർ കാണിച്ചു കൊടുത്തു നിങ്ങളുടെ പോക്ക് ശരിയല്ല എന്ന് ലോക്കൽ ബോഡി ഇലക്ഷൻ. അപ്പോഴും ഒരു പാഠം ഉൾക്കൊണ്ടില്ല. അത് വേറെ ഇത് വേറെ എന്ന് പറഞ്ഞു. ഇവിടെ ഒന്ന് വിശ്വസിക്കാൻ പറ്റും, ഒരു രാജ്യസഭ MP-യെ അയക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് CPM. 36 MLA-മാർ വേണം രാജ്യസഭയിൽ. ഇപ്പോൾ ജൂലൈയിൽ വരുമല്ലോ രാജ്യസഭയിലേക്കുള്ള ഇലക്ഷൻ വരുമ്പോൾ. CPM-ന് അയക്കാൻ പറ്റില്ല, കഴിഞ്ഞു. ഇനി 6 വർഷത്തേക്ക് CPM-ന് ഒരു രാജ്യസഭാ MP പോലും ഇല്ല എന്നുള്ള അവസ്ഥയിൽ രാജ്യസഭയിൽ CPM-ന്റെ സ്ഥാനം സംപൂജ്യരായി മാറിയിട്ടുണ്ടാവും. ഈ പാവപ്പെട്ട സ്ത്രീകളാണ് ഇപ്പം നമ്മൾ പറഞ്ഞ കാറ്റഗറിയിൽ മുഴുവൻ ഇരിക്കുന്നത്. അംഗൻവാടി ടീച്ചേഴ്സ് വരുന്നുണ്ട്, ആശാ വർക്കേഴ്സ് വരുന്നുണ്ട്, തൊഴിലുറപ്പുകാർ വരുന്നുണ്ട്. ഹരിതകർമ്മസേന എന്ന് പറഞ്ഞാൽ ഒരു 99% സ്ത്രീകൾ തന്നെയാണ് അതിൽ വരുന്നത്. അങ്ങനെയുള്ള ആശാ വർക്കേഴ്സ് അങ്ങനെയുള്ള സാഹചര്യം നോക്കുമ്പോൾ സ്ത്രീകളെ പേടിപ്പിക്കാൻ വളരെ എളുപ്പമാണ്. മോൻ്റെ ജോലി കളയും, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കാര്യം പറയാം, അല്ലെങ്കിൽ അവർക്ക് തന്നെ പുറത്തിറങ്ങിയാൽ അവരെയും ടെററൈസ് ചെയ്യാം. കുറച്ചൊക്കെ നടന്നൊക്കെ ആയിരിക്കുമല്ലോ വീട്ടിലേക്കൊക്കെ വരേണ്ടത്. ആ സമയത്ത് പേടി തോന്നുന്ന പോലത്തെ കാര്യങ്ങൾ ചെയ്താൽ മതിയല്ലോ. ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ ചേരാനെല്ലൂർ പഞ്ചായത്തിലൊക്കെ CPM-ന്റെ ആൾക്കാർ വന്ന് ഓരോ വീടുകളിലും ഇരുന്ന് നോട്ട് ചെയ്തെടുക്കുന്നത്. അത് നല്ല കാര്യങ്ങളൊന്നുമില്ല. അവരെ ഭീഷണിപ്പെടുത്തുക, ഇങ്ങനെയാണ് അങ്ങനെയാണ് ആ പറയുന്ന രീതി ഉണ്ടല്ലോ. ഒരു വോട്ട് ചെയ്ത് ചോദിക്കുക, വോട്ടിൻ്റെ സമയത്തൊന്നുമല്ല, ഗൃഹസമ്പർക്കത്തിൻ്റെ സമയം തന്നെ നമുക്ക് പറയാം. പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജ് ഇസ് ഓൾവേസ് ടെററൈസിങ്. അപ്പം നമുക്ക് അവിടെ ജീവിക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ ഒരു സപ്പോർട്ടില്ലാണ്ട് പറ്റില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇത്രയും നാൾ ഒതുങ്ങിക്കൂടിയത്. പക്ഷെ എല്ലാത്തിനും ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഉണ്ടാവും. ആ ചെങ്ങല പൊട്ടിച്ചുള്ള ഉയർത്തെഴുന്നേൽപ്പാണ് ഈ പാവപ്പെട്ട അമ്മമാരും സഹോദരിമാരും ഇത്തവണ ചെയ്തത്.
അവരെ സംബന്ധിച്ചിടത്തോളം ഇതൊരു ജീവൻ മരണ പോരാട്ടമായിരുന്നു. ഇവർക്ക് മര്യാദയ്ക്ക് സമാധാനത്തോടെ ജീവിക്കണമെങ്കിൽ ഒരു വ്യത്യാസം ആവശ്യമുണ്ടായിരുന്നു. ഇനിയൊരു 5 കൊല്ലം കൂടെ കിട്ടുകയാണെങ്കിൽ കംപ്ലീറ്റ് അടിമത്തത്തിലേക്ക് ഇവരെ മാറ്റി. ഇപ്പോൾ തന്നെ ഇവർക്ക് ലെവി കൊടുക്കണം. ഇവർക്ക് കിട്ടുന്ന ശമ്പളത്തിൽ നിന്ന് ഒരു തുക പാർട്ടി ഫണ്ടിലേക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഇവർ കൊണ്ട് നടക്കുന്നത്. ഇവരെന്ത് ചെയ്യുന്നു? ഇവർ കളക്ഷൻ ഏജൻസ് ആയിട്ട് ബൈക്ക് ഓടിച്ച് നടക്കുന്നു. നമ്മളൊരു വീഡിയോ കണ്ടിട്ടില്ലേ, ഒരാൾ ബൈക്കിൽ വന്നിട്ട് ഇവരുടെ ക്ഷേമനിധി പെൻഷൻ 500 നോട്ട് എണ്ണി പോക്കറ്റിലേക്ക് വെക്കാൻ ഒരു വീട്ടിൽ പോയിട്ട് കാത്തു നിൽക്കുകയാണ് അമ്മ പൈസ തിരിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. കേന്ദ്ര സർക്കാരിൻ്റെ എല്ലാ ക്ഷേമനിധി പെൻഷനുകളും വരുന്നത് ബാങ്കിലാണ്. ക്ഷേമനിധി ഒരു ചോദ്യം ഉണ്ടായിരുന്നു, ക്ഷേമനിധി കൊടുക്കുന്ന പുതിയ പട്ടികയിൽ വന്നിട്ടുള്ള എത്ര പേര് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചു? ക്ഷേമനിധി കിട്ടണമെങ്കിൽ തന്നെ 60 വയസ്സിന് മുകളിലായിരിക്കണം എന്നാണ്. അവരെന്തിനാണ് പ്രവർത്തിക്കുന്നത്? അതും ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പുതിയ ലിസ്റ്റിൽ വന്നിരിക്കുന്നവരും പഴയ ലിസ്റ്റിലുള്ള ആൾക്കാരും ഇതൊന്നും ഗവൺമെന്റിന്റെ ഔദാര്യമല്ലല്ലോ, അർഹതപ്പെട്ട കാര്യമല്ലേ. അർഹതപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് കിട്ടുന്നതിൽ എന്തിനാണ് നമ്മൾ വോട്ട് തിരിച്ച് പ്രതീക്ഷിക്കുന്നത്? അപ്പോൾ മോഡി സർക്കാർ നമ്മൾ പോകുന്ന മീറ്റിങ്ങിലൊക്കെ പറയുന്നത് നിങ്ങളുടെ ടാക്സ് മണിയാണ്, നിങ്ങൾക്കൊരു സാഹചര്യം വരുമ്പോൾ തിരിച്ചു തരുന്നു, അത് ഔദാര്യമല്ല, നിങ്ങളുടെ അവകാശമാണ്. അവകാശത്തിൻ്റെ മേലെ നമ്മൾ കണക്ക് ചോദിക്കുന്നത് ശരിയാണോ? ഞാനത് തന്നില്ലേ, എനിക്ക് വോട്ട് തരുമെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. അതൊരു നിയമമാണ്. കൊടുക്കുന്ന പൈസ നമ്മൾ കൊടുത്ത പൈസ തന്നെയാണ്, അല്ലാണ്ട് ആരും കൊണ്ട് തരുന്ന പൈസയല്ല, അല്ലേ? അപ്പം ഇങ്ങനെ കാര്യങ്ങളാണ് മുന്നോട്ട് വച്ചിരിക്കുന്നത് ഇവരുടെ എന്തുകൊണ്ട് തോറ്റു എന്ന ലിസ്റ്റിൽ. അത് തന്നെയുണ്ട് ഉത്തരവും. ഇതൊക്കെ തന്നെ അവർ പ്രതീക്ഷിച്ചിട്ടില്ല. ആൾക്കാർക്ക് മടുത്തൊന്നും ഇവരാരും തന്നെ ഇവരുടെ അനുഭാവികളല്ല എന്നും സമ്പൂർണ്ണമായിട്ട് CPM ആൾക്കാരല്ല എന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേചന ശക്തിയും രാകേഷ് ഉൾപ്പെടെയുള്ള, അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കുന്നത്. ഗോവിന്ദൻ മാസ്റ്ററിനോ EP ജയരാജനോ എന്തിനു നമ്മൾ പിണറായി സഖാവിനോ അല്ലെങ്കിൽ നമ്മുടെ മരിമോനിക്കോ കഴിഞ്ഞില്ല. അവിടുന്ന് നേതാക്കന്മാർ അണികളെ മനസ്സിലാക്കാൻ വരുത്തിയ ഒരു കൃത്യ വിലോപതയിൽ നിന്നാണ് ഇവരുടെ പതനത്തിൻ്റെ തുടക്കമെന്ന് നമുക്ക്